നമ്മുടെ ഈ അക്വേറിയം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ നേരത്തെ കണ്ടു ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മുകളിലുള്ള മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കാക്ടസ് റൂട്ടൊക്കെ നമ്മൾ അതിന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അത് കല്ലുകൾ വെച്ച് നമ്മൾ താത്തി വയ്ക്കും, അത് ഫ്ലോട്ട് ആവാതിരിക്കാൻ. പണ്ടത് ഫുൾ സെറ്റായിരുന്നു, പിന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ട് ഡ്രൈ ആയപ്പോൾ പിന്നെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം തന്നെ ക്ലിയർ ആയി തന്നെ കിടക്കുന്നുണ്ട്. ഇനി വെള്ളം വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ചീഞ്ഞു പോകും. നമുക്ക് അതിൽ എയറേഷൻ കൊടുക്കണം. എയറേഷൻ കൊടുക്കണത് ഫിൽട്രേഷൻ വേണം. അപ്പോൾ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് ഫ്ലുവലിൻ്റെ കാനിസ്റ്റർ ഫിൽറ്ററാണ്, ഫ്ലുവൽ 307. ഓക്കെ, അപ്പോൾ ഈ ഫിൽറ്റർ ഞാൻ വാങ്ങിയിട്ട് 1 വർഷത്തോളമായി, പക്ഷേ ഇതേവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലുവലിൻ്റെ HOB ഫിൽറ്ററാണ്, ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആയെങ്കിലും ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനിതുവരെ ഇത് തുറന്ന് കണ്ടിട്ടില്ല. ബോക്സിൻ്റെ ഡാമേജുകൾ കാണാം. അത് ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സെല്ലോ ടൈപ്പ് ഊരിയതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഡാമേജുകളാണ്. പക്ഷേ അകത്ത് ഒന്നും പറ്റിയിട്ടില്ല, എല്ലാതും പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ ഒരു തെർമോക്കോളിൻ്റെ ബോക്സാണ്. പിന്നെ നമുക്കൊരു കിറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഹോസാണ്, ബ്ലാക്ക് റിബ്ഡ് ഹോസാണ്. അറ്റത്ത് നല്ല റബ്ബർ ബുഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലുവലിൻ്റെ 3 മീറ്റർ ഹോസാണിത്. 17 mm 3 മീറ്റർ ഹോസാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഫ്ലുവൽ പിന്നെ യൂറോപ്യൻ മെയ്ഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മാറ്റി വയ്ക്കുന്നു. അടുത്തായി നമുക്ക് ബോക്സിൻ്റെ ഉള്ളിലുള്ളത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഹോസസ് ആണ്. അതിൻ്റെ ഒരു ഫുൾ കിറ്റ് തന്നെ ഇതുപോലത്തെ ഒരു പാക്കേജിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഔട്ട്പുട്ട് ഹോസ്, ഇൻപുട്ട് ഹോസ്, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇത് പിന്നെ കാനിസ്റ്റർ ഫിൽറ്ററിൽ ഫിറ്റ് ചെയ്യേണ്ട ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇതുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അവസാനമായി ഇതിനകത്തുള്ളത് നമ്മുടെ ഫിൽറ്റർ തന്നെയാണ്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തെർമോക്കോളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് 2 year 2+ എക്സ്റ്റൻഡഡ് വാറണ്ടി എന്നുള്ളതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങിയത് മേപ്പിൾ പെറ്റ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഓക്കെ, നല്ലൊരു ഓഫറോട് കൂടിയിട്ട് തന്നെയാണ് വാങ്ങിയത്. അതുകൊണ്ട് അവരെനിക്ക് വാറണ്ടി തരികയും ചെയ്തിട്ടുണ്ട്. ഒരു 2 year വാറണ്ടിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതിപ്പോൾ വാങ്ങിയിട്ട് 1 വർഷം ആണെങ്കിലും ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യണത്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക്, ഇതിൻ്റെ കാറ്റലോഗ് ബുക്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഗൈസ് നമുക്ക് ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്റർ, ഈ കിറ്റ്, പിന്നെ റിബ്ഡ് ഹോസ്, ഈ 3 ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ഇനി റിമൂവ് ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര സെക്ഷൻസ് ഉണ്ട്, ആ വക കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ഇത് ഓപ്പൺ ചെയ്യേണ്ട വിധം, ഇത് താഴോട്ട് ആക്കുക, എന്നിട്ട് ഈ അടിഭാഗം താത്ത് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ 2 സൈഡിലും അൺലോക്ക് ആകും. താഴത്തെ ഈ അടിഭാഗം ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡ് യൂണിറ്റ് പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ മോട്ടർ, അതായത് ഹെഡ് യൂണിറ്റ്. അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് വേറൊരു പേപ്പറുണ്ട്. പ്ലീസ് റിമൂവ് ഫിൽറ്റർ മീഡിയ ഫ്രം ദ പ്രൊട്ടക്റ്റീവ് ബാഗ് ബിഫോർ യൂസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് നമുക്ക് 2 സെക്ഷൻസ് കാണാം. ഈ 2 സെക്ഷൻസ് കണ്ടോ, നമുക്ക് പെട്ടെന്ന് ഇതാണ് പ്രീ ഫിൽറ്ററിങ് ചേമ്പർ. ഈ റെഡ് ഏരിയ, ഈ പ്രീ ഫിൽറ്ററിങ് ചേമ്പർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ 307 കഴിഞ്ഞ് ഇനി 407 507 ഒക്കെ ഉണ്ട്. അതിൽ ഈ പ്രീ ഫിൽറ്റർ ചേമ്പർ നമുക്ക് ഈ ഹെഡ് യൂണിറ്റ് ഊരാതെ തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിലത് പറ്റില്ല. അപ്പോൾ ഇതിൽ തൽക്കാലം നമുക്ക് ഹെഡ് യൂണിറ്റ് ഊരിയതിന് ശേഷം മാത്രമാണ് പ്രീ ഫിൽറ്ററിങ് ചേമ്പർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വല്ല അഴുക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ
ഈ ഒരു സെക്ഷൻ മാത്രം ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി, ഈ സ്പോഞ്ചസ് ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ബയോളജിക്കൽ ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വലിയ ഓട്ടകളുള്ള വലിയ പോർസുള്ള ഈ സ്പോഞ്ചസ് കാണാം. ഇതിലാണ് മെയിൻ ആയിട്ടുള്ള വലിയ വലിയ അഴുക്കുകൾ തടഞ്ഞിരിക്കുക. ഇത് കുറച്ചുകൂടി ചെറിയ സ്പഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്പഞ്ചസ് തന്നെയാണ്, അതിൽ സംശയമില്ല, ഫ്ലൂവലിൻ്റെ ആണ്. ഓക്കെ, ഈ സ്പോഞ്ചസ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് പുറത്തു കൊണ്ടുപോയി ടാപ്പിൽ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. തൽക്കാലം ഞാനിത് തിരിച്ച് ഇതിലോട്ട് തന്നെ വെക്കുന്നു. നമുക്ക് ഈ സെക്ഷൻ, അതായത് മെക്കാനിക്കൽ ഫിൽട്രേഷൻ്റെ സെക്ഷനിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നത്, ഓക്കെ, മുകൾ ഭാഗം ഇതിങ്ങനെ ഒരു സെപ്പറേറ്റ് പീസാണ്, മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം കാണുന്നത്. ഈ ഭാഗം ഈ റെഡ് ഹാൻഡിൽ പിടിച്ച് നമ്മളിങ്ങനെ മുകളിലോട്ട് വലിക്കുമ്പോൾ ഈ സെക്ഷൻ അങ്ങനെ തന്നെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ കാണാൻ സാധിക്കുന്നത് 3 സെക്ഷനുണ്ട്, 1, 2, 3. ഈ 3 സെക്ഷൻ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ വീണ്ടും ബയോളജിക്കൽ ഫിൽട്രേഷനാണ്. നമുക്ക് കാർബൺ ഉള്ള ഈ സെക്ഷൻ നമുക്ക് അൺബോക്സ് ചെയ്യാം, അൺകവർ ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫോസ്ഫേറ്റിൻ്റെ ഒരു ഷീറ്റാണിത് ഗൈസ്. ഇത് കാർബൺ, ഇതും എല്ലാതും സ്പോഞ്ചസ് എല്ലാതും കൂടി നമ്മൾ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ. ഡയറക്റ്റ് അക്വേറിയത്തിൽ യൂസ് ചെയ്താൽ അക്വേറിയം കംപ്ലീറ്റ്ലി ക്ലൗഡി ആവും. പിന്നെ അത് ഫിൽട്ടർ ആയിട്ട് വരാൻ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ടാണ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സീക്കം മാട്രിക്സിന് പകരമുള്ള മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ഫ്ലൂവൽ തരുന്ന മെക്കാനിക്കൽ ഫിൽട്രേഷൻ ഇതാണ്. വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങി വയ്ക്കാവുന്നതല്ലാതെ ഇത് നല്ല തരത്തിലുള്ള പോർസ് നല്ലോണം ഉണ്ട്. അത്യാവശ്യം ബാക്ടീരിയ ഒരു കട്ടയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യണം, എന്നിട്ട് വേണം ഇതിലോട്ട് നമ്മൾ ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്യാൻ. ഓക്കെ, തൽക്കാലം ഇതിവിടെ മാറ്റി വയ്ക്കുന്നു. കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഇതിൽ കുറേ പൊടി വരും. അപ്പോൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ വീട് മൊത്തം അലങ്കോലം. ഓക്കെ, ഏറ്റവും അവസാനത്തെ സെക്ഷൻ, അതായത് ഈ സെക്ഷൻ കംപ്ലീറ്റ്ലി ബയോളജിക്കൽ ഫിൽട്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അഴുക്കുകൾ പിടിക്കുന്ന സ്പോഞ്ചാണ് ഗൈസ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത്രയും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അഴുക്കുകളാണ് ഈ സ്പോഞ്ചുകൾ പിടിക്കുക. അതിന് തൊട്ട് താഴെ അതിനായിട്ട് കുറച്ചുകൂടി വലിപ്പമുള്ള അഴുക്കുകൾ പിടിക്കുന്ന സ്പോഞ്ചാണ് ഏറ്റവും താഴെയുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ചേമ്പറിലും അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫിൽട്രേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? വെള്ളം ആദ്യമേ തന്നെ വരുന്നത് ഈ ചേമ്പറിലോട്ടാണ്. ഈ ചേമ്പറിലെ മെയിൻ ആയിട്ടുള്ള അഴുക്കുകളൊക്കെ ഇതിൽ പിടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇപ്പുറത്തോട്ട് പാസ് ചെയ്യും. ഇതിലും അത്യാവശ്യം അഴുക്കുകൾ പിടിച്ചതിന് ശേഷം അത് പാസ്സാകുന്നത് ഏറ്റവും അടിയിലുള്ള ചേമ്പറായ ഇതിലോട്ടാണ്. ഇതിലെ ഏറ്റവും അടിയിലുള്ള ഈ ബ്ലാക്ക് സ്പോഞ്ചസ് വീണ്ടും അതിലും ചെറിയ അഴുക്കുകളെയൊക്കെ പിടിച്ചതിന് ശേഷം അതിന് മുകളിലുള്ള ഈ ഫൈൻ സ്പഞ്ചസ് വെള്ളത്തിനെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കുന്ന സ്പഞ്ചാണ്. ഇതാണ് ഏറ്റവും മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ചേമ്പർ. പ്രീ ഫിൽട്ടറിങ്ങിന് ശേഷം ഈ ചേമ്പറിലോട്ട് വെള്ളം വരും. അതിനുശേഷം മെക്കാനിക്കൽ ഫിൽട്രേഷൻ നടക്കും. സീക്കം മാട്രിക്സിന് തുല്യമായുള്ള ഈ പോർസുള്ള മെക്കാനിക്കൽ ഫിൽട്രേഷനാണ് അവിടെ നടക്കുക. ഏറ്റവും അവസാനമായി കാർബൺ ഫിൽട്രേഷൻ. നിങ്ങൾക്ക് ഇതിലോ ഒരു സെക്ഷൻ മാറ്റിയതിന് ശേഷം സീക്കമിൻ്റെ പ്യൂരിജൻ പോലുള്ള കെമിക്കൽ ഫിൽട്രേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാർബൺ ഒരു കെമിക്കൽ ഫിൽട്രേഷനാണ്. ഓക്കെ, കെമിക്കൽ ഫിൽട്രേഷനിൽ 2 ചേമ്പറിലും കാർബൺ ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് വെക്കാൻ കാർബൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ബാക്ടീരിയാസിനെ വലിച്ചെടുക്കും, അവരെ അധികം നാൾ സർവൈവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വെള്ളം പുതിയതായി ഒഴിക്കുമ്പോൾ കാർബൺ വെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം കാർബൺ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മീഡിയ ഇതിലിടാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക വീണ്ടും മെക്കാനിക്കൽ ഫിൽട്രേഷൻ ആഡ് ചെയ്യുക.
ഓക്കെ, അതിന് ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് സീക്കം പ്യൂരിജൻ പോലുള്ള കെമിക്കൽ ഫിൽട്രേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ സ്പോഞ്ചസ് അതിൻ്റെ മുകളിൽ വെക്കുകയും ചെയ്യാം. എല്ലാം അൺകവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉൾഭാഗം നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. ഇനി ഇതിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ ഫിൽറ്റർ മീഡിയയും ബയോളജിക്കൽ ഫിൽട്രേഷൻ ആയാലും മെക്കാനിക്കൽ ഫിൽട്രേഷൻ ആയാലും കെമിക്കൽ ഫിൽട്രേഷൻ ആയാലും ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം അക്വേറിയത്തിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ കാൻസർ ഫിൽറ്ററിൻ്റെ അകത്ത് ഞാൻ 75% വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ചെരിച്ച് കാണിക്കാൻ പറ്റില്ല, വെള്ളം പോകും. അതിന് നമ്മൾ ഇനി ഹെഡ് യൂണിറ്റ് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം മറക്കാതെ ചെയ്യാനുണ്ട്. ഈ ഫിൽറ്ററിൽ ഹെഡ് യൂണിറ്റിൻ്റെ ചുറ്റും വെള്ളം ലീക്കേജ് വരാതിരിക്കാനുള്ള ബുഷ് ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മളത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഈ കാണിക്കുന്ന ഇതിലുള്ള പോലെ തന്നെ ഹെഡ് യൂണിറ്റിൽ സൂക്ഷിച്ച് ചുറ്റും വെക്കേണ്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ അക്വേറിയത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററാണിത്. അതിൻ്റെ ഉള്ളിൽ പണ്ട് ഞാൻ ഇട്ടിരുന്ന സീക്കം മേട്രിക്സിൻ്റെ കല്ലുകൾ അതിൽ കാണാനിടയായി. അപ്പോൾ ഞാനത് നല്ലോണം കഴുകിയിട്ടുണ്ട്. ഒരു ലോട്ടറി അടിച്ച പോലെ ഫീൽ ചെയ്യുന്നു ഗൈസ്. കാരണം ഈ ചേമ്പറുകളിൽ വീണ്ടും സ്പേസുകൾ രണ്ടാമത്തെ ചേമ്പറിലാണ് ഇടുന്നത്. അതായത് നമ്മുടെ സീക്കമിൻ്റെ മെക്കാനിക്കൽ ഫിൽറ്ററുകൾ ഇട്ടിട്ടുള്ള മെക്കാനിക്കൽ ഫിൽറ്ററുകൾ ഇട്ടിട്ടുള്ള ചേമ്പറിലാണ് ഇത് രണ്ടും ഈക്വലായിട്ട് ഇടാൻ പോകുന്നത്. ഇത് ഏറ്റവും മുകളിലത്തെ കാർബണുള്ള ചേമ്പർ ഈ സീക്കം മാട്രിക്സ് നമുക്ക് കാർബണിൻ്റെ കൂടെ ഈക്വലായിട്ട് ഇടാം. ഓക്കെ, ഈ ഒരു സെക്ഷനിലത്തെ 2 സെക്ഷനിലത്തെയും കാർബൺ ഞാൻ മാറ്റുന്നതാണ്. ഇപ്പോഴല്ല, ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം സെറ്റ് ആയതിനു ശേഷം. എൻ്റെ എനിക്ക് പഴയ ഫിൽറ്ററിൽ നിന്ന് കിട്ടിയ സീക്കം പ്യൂരിജൻ ഉണ്ട്. പക്ഷേ സീക്കം പ്യൂരിജൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് റീചാർജ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ ഫുൾ ബ്രൗൺ ആയി കിടക്കുന്നത് കണ്ടോ? ഈ ബ്രൗൺ ആയി കിടക്കുന്നത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിധം ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ബ്രൗൺ ആയി കിടക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ സീക്കം വർക്ക് ചെയ്യില്ല എന്നതാണ്. സീക്കം പ്യൂരിജൻ, അതായത് ഈ കെമിക്കൽ ഫിൽട്രേഷൻ എന്തിനാണ് ഉപയോഗിക്കുക? വെള്ളത്തിൻ്റെ കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാനും വെള്ളം എപ്പോഴും ക്ലീൻ ആയിട്ട് മണമില്ലാതെ പ്യൂരിഫൈ ആയിട്ട് നിലനിർത്താനും വേണ്ടിയാണ് ഈ സീക്കം പ്യൂരിജൻ യൂസ് ചെയ്യുക. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ എൻ്റെ എല്ലാ അക്വേറിയത്തിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. 6 ഫീറ്റ് അക്വേറിയത്തിൽ ഒഴികെ ബാക്കി എല്ലാ അക്വേറിയത്തിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ബ്രൗൺ കളറായി. ഇത് പ്യുവർ വൈറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ചേമ്പർ എല്ലാം അടച്ച് ഹെഡ് യൂണിറ്റ് തിരികെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ഞാനിത് ഇവിടെ നല്ല ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീണു. ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ആ ബുഷ് വന്നിരുന്നു. മോട്ടർ ഹെഡിലേക്ക് പുറത്തേക്ക് വെള്ളം ലീക്ക് ആവാതിരിക്കാനുള്ള ഒരു ബുഷാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും തെറ്റുമെന്ന പേടിയുണ്ട്. ഈ 307 എഴുതിയിട്ടുള്ള ഈ സെക്ഷനിൽ കറക്റ്റായിട്ട് ഇതിരിക്കുന്ന വിധത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ സംഭവം ഈ അടിയിലുള്ള ഈ ലോക്ക് 2 ലോക്ക് അടിയിൽ നല്ലോണം അമർന്നിരുന്നതിന് ശേഷം ഈ മുകൾ ഭാഗം നല്ലോണം പ്രസ് ചെയ്ത് ലോക്ക് ആയി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ചെറുതായിട്ടൊന്ന് വലിച്ചു വയ്ക്കുക, ഇത് വരില്ല. ഇവിടെയും ചെറുതായി വലിച്ചു വയ്ക്കുക, ഇതും വരില്ല. അപ്പോഴാണ് ഇത് ശരിക്കും ലോക്കായി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുക. ഓക്കെ, 2 സൈഡിലും നല്ലോണം ലോക്കായിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ സെക്ഷൻസ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ഇതാണ്. ഇത് ഫ്ലോ അഡ്ജസ്റ്ററാണ്. ഫ്ലോ എത്രത്തോളം വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറാണ്. ഓക്കെ, ഇത് ഇതിനകത്തോട്ട് താത്തി വെച്ചതിന് ശേഷം
നല്ലോണം താത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെഡ് താകുന്നത് കണ്ടോ, അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി, പിന്നെ അത് പുറത്തേക്ക് വലിച്ചാൽ കിട്ടില്ല. ഇത് പുറത്തേക്ക് വലിക്കണമെങ്കിൽ ഇതൊന്ന് പൊന്തിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ താത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെഡ് ലിവർ താഴ്ന്നു പോകും. എന്നിട്ട് ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇത് വാട്ടറിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവറാണ് ചെയ്യാം. ഇതാണ് പ്രൈമർ. ഇത് മുകളിലോട്ടും താഴോട്ടും അടിച്ചു കഴിഞ്ഞാൽ പമ്പ് ചെയ്യും വെള്ളം. അപ്പോൾ ഇപ്പോൾ ചെയ്യരുത്, ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഇത് കൂടെ വരും. ഞാൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടില്ല. പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അക്വേറിയത്തിൽ നിന്നുള്ള വെള്ളം ഇതിലോട്ടും ഇതിലുള്ള വെള്ളം അക്വേറിയത്തിലോട്ടും പാസിങ് സ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പൈപ്പ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട് ഗൈസ്, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നതാണ്. ഇത് തൽക്കാലം മാറ്റി വയ്ക്കാം, അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അക്വേറിയത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ കിറ്റ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഈ കിറ്റ് വിത്ത് ദിസ് ഹോസ്, ഈ ഹോസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഈ ബാക്ക് ഭാഗം ബ്ലാക്കും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇതൊക്കെ ഭയങ്കര വിസിബിൾ ആയിരിക്കും അക്വേറിയത്തിനകത്ത്. അപ്പോൾ ആ ഈസ്തെറ്റിക് ലുക്കിന് വേണ്ടി ഇത് എല്ലാവരും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈസ്തെറ്റിക് ലുക്കിന് വേണ്ടി ഞാൻ ട്രാൻസ്പെറൻറ്റ് 17mm ട്യൂബ് വാങ്ങിയിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറൻറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയ നല്ലൊരു ക്വാളിറ്റി ട്യൂബാണ്. കണ്ടോ, നല്ലൊരു ചെറിയൊരു യെല്ലോനെസ് ഉണ്ട്, പക്ഷെ അത് സാരമാക്കേണ്ടതല്ല. ഇതുവരെ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ചെളി വരുമ്പോൾ കാണുവാനും അത് ക്ലീൻ ചെയ്യാനും സാധിക്കും. ഫ്ലുവലിൻ്റെ ആ റിബ്ഡ് ഹോസ് ചെളി വരുമ്പോൾ അറിയുകയുമില്ല, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ട്യൂബ് യൂസ് ചെയ്യുന്നു. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് ലുക്കും കിട്ടും. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹോസിന് പകരമായി ഞാൻ ഇതവിടെ ഗ്ലാസിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹോസ് ഞാൻ ഒരു വർഷം മുമ്പ് ഇതിനു വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്കിതൊക്കെ യൂസ് ചെയ്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഹോസ് അളക്കുക എന്നുള്ള കാര്യമാണ്. ഹോസ് ഇവിടം മുതൽ നമുക്ക് ഇവിടം വരെ ബാക്കിൽ നിന്ന് എത്തിക്കണം. അപ്പോൾ ഇത് 3 മീറ്ററോളം വരുന്ന ഒരു ഹോസാണ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആദ്യമേ തന്നെ അളക്കണമെങ്കിൽ നമ്മൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ യഥാസ്ഥാനങ്ങളിൽ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റുന്നത് ഒരു നല്ലൊരു ഐഡിയ അല്ല. അതുകൊണ്ട് നല്ലവണ്ണം തന്നെ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഗ്ലാസിൻ്റെ ഔട്ട്പുട്ട് ഹോസാണിത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പൊസിഷനിങ് വരിക. ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ വീഴും. ഓക്കെ, ഔട്ട്പുട്ട് ഹോസ് ഇങ്ങനെയാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ പോലെ ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ ഹോൾസ് വരുന്നത്, ഇവിടെ കാണുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ലെവൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സ്കിമ്മർ വരുന്നുണ്ട്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു പീസ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിമ്മറായും വർക്കാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്കിം ചെയ്ത് മുകളിലുള്ള സർഫസിലുള്ള അഴുക്കൊക്കെ ഇത് വലിച്ച് ഇതിലൂടെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കറക്റ്റ് സ്ഥാനങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹോസ് മുറിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് മുമ്പത്തെ വീഡിയോയിൽ ഒരു വട്ടം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. രണ്ടും 2 അറ്റങ്ങളിൽ ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ഉദാർത്ഥമായ ഒരു കാര്യം, നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് നിങ്ങൾ ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സൈഡിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഫിക്സ് ചെയ്യുന്നത് ഈസ്തെറ്റിക് ലുക്കിന് വളരെ നല്ലതാണ്. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ചിലർ അത് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്ലോ, അക്വേറിയത്തിൻ്റെ ഒരു ഫ്ലോ, ഇവിടെ നിന്ന് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇൻപുട്ട് എടുക്കുന്നതാണ്. അപ്പോൾ മറ്റേ വേസ്റ്റിൻ്റെ സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് വന്ന് ചെടികളൊക്കെ സർക്കുലേറ്റ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും. രണ്ടും ഒരുമിച്ച് ഇരുന്നാൽ ഇത് വർക്കൗട്ട് ആവാൻ ചാൻസസ് കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡിസിഷൻ തന്നെ എടുത്ത് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൊക്കേഷൻസ് നിങ്ങൾ തീരുമാനിക്കുക. ഗൈസ്, ഇതിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ടും ഞാൻ സൈഡിൽ ഫിക്സ് ചെയ്യേണ്ടി വന്നു. അതായത് സൈഡിൽ കണ്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സക്ഷൻ ട്യൂബുകൾ, ഈ സ്റ്റിക്കർ, അതായത് ഞാൻ ബാക്ക് സൈഡിൽ ഈ ഇങ്ങനെ ബ്ലർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള കാരണം ആ സ്റ്റിക്കറിൽ ഈ ബബിൾ, ഈ എയറിൻ്റെ സക്കർ ഇതാവണില്ല, സ്റ്റിക്കാവണില്ല.
അതുകൊണ്ട് നമുക്ക് സൈഡിൽ ഗ്ലാസ് ഉള്ള ഏരിയയിൽ നമുക്കത് ഫിക്സ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ സൈഡിൽ ഫിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലേ അത് ഇരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് വീണ് എപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള കാരണമാണത്. നിങ്ങൾക്ക് കാണാം, ബ്ലർ എഫക്റ്റ് കാണും, ഉണ്ടാവും. അത് സെപ്പറേറ്റ് മേടിച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുള്ളതാണ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട്. അപ്പോൾ സ്കിമ്മറും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതിൽ അളവൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ട് ഈ സാധനം, അതായത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് തിരിച്ചടിയിലിരിക്കണം. ഫിറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ആക്കാൻ വേണ്ടി മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് വേണ്ടത്. ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും മാറിപ്പോകരുത്. ഇത് ഔട്ട് പോകുന്നത്, ഇതാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഇൻപുട്ട്. കറക്റ്റ് ഇന്ന് ഔട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കി ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ 2 വട്ടം പ്രൈം ചെയ്തേ ഉള്ളൂ. കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ട്. നമുക്കിതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എയർ ബബിൾസ് ഒക്കെ പോയി ക്ലീൻ ആയിട്ട് വെള്ളം പാസ്സാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഹൈ ഫ്ലോയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എയർ കയറുന്നത് കാരണം അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ആ കുറച്ച് നേരത്തെ ഈ എയർ പോയതിന് ശേഷം ഈ സ്റ്റോപ്പ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നല്ല ഫ്ലോയിലൂടെ വെള്ളം പാസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് എനിക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുന്നതിനാണ് താല്പര്യം. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് ഫ്ലോ ഡയറക്റ്റ് ഇങ്ങോട്ട് പോയി ഇതിൽ കൂടെ വലിച്ചെടുക്കും. സ്കിമ്മറും അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ധാരാളം എയർ ഉണ്ടാവും. നമ്മൾ അത്യാവശ്യം ഇത് കുറച്ചുകൂടി ഒന്ന് പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാകും. അല്ലെങ്കിൽ എന്നിട്ടും എയർ ബബിൾസ് ഇതിൽ കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഫിൽറ്റർ ഒന്ന് ചെറുതായി ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആകുന്നതാണ്. ഒരു 5 മിനിറ്റിൽ തന്നെ ഇതൊക്കെ ഫിക്സ് ആവും. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് നല്ല ഹൈ ഫ്ലോയിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വിധം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ഇതിപ്പോൾ ഹൈ ഫ്ലോയിലാണ് കിടക്കുന്നത്. നമുക്കിത് ഫ്ലോ കുറയ്ക്കാം. ഇത് പൊക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ ഹൈ ഫ്ലോ കണ്ടോ. ലോ ഫ്ലോ ആക്കാൻ ഞാനിത് പൊക്കുമ്പോൾ ഫ്ലോ കുറഞ്ഞ് വന്ന് കണ്ടോ, ഫ്ലോ കുറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത്. ഫ്ലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്ന വിധത്തിൽ ഹാഫിലാണ് വെച്ചിരിക്കുന്നത്. താത്തിയാൽ ഹൈ ഫ്ലോ, പൊക്കിയാൽ ലോ ഫ്ലോ. അപ്പോൾ ഞാനൊരു ഹാഫിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഫിഷിനൊന്നും ഇടരുത്. ഞാനിതിൽ ബാക്ടീരിയാസിന് ആഡ് ചെയ്തിട്ടില്ല, ഡീക്ലോറിനേറ്റർ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിഷിന് ആഡ് ചെയ്യുക. ചിലർ ഈ ബാക്ടീരിയാസിനൊന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യില്ല, നാച്ചുറലി ഉണ്ടാകുവാൻ വേണ്ടി അത് മാക്സിമം ട്രൈ ചെയ്യും. നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം, പക്ഷേ ഡീക്ലോറിനേറ്റർ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡീക്ലോറിനേറ്റർ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളുടെ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതിയ കാനിസ്റ്റർ ഫിൽറ്റർ ഫ്ലൂവൽ 307 വെച്ച് നമ്മളുടെ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഇതിൽ അടുത്തതായിട്ട് വേറെ ഒരു ദിവസം കാണിക്കാൻ പോകുന്നത് പ്യൂരിജൻ എങ്ങനെ റീചാർജ് ചെയ്യാമെന്നതും ബാക്ടീരിയാസ് ഞാൻ സെപ്പറേറ്റ് മേടിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള വിധവും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരി വൺ.